ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. സ്റ്റേഷനിലോട്ട് വരുന്ന DYSP മധുസൂദനൻ നായർ അലീനയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. കുട്ടി എന്താണ് പരാതി കൊടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ, സാർ അത് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അതിൻ്റെ പേരിൽ രണ്ട് വീട്ടുകാരും അവരെ രണ്ടുപേരെയും നല്ലോണം ശാസിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തതാണ്. എനിക്ക് അവരോട് ക്ഷമിക്കാൻ മാത്രമേ കഴിയൂ. ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ പയ്യനാണ് രോഹിത്. അവരെന്നോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറുന്നത്. എന്നെ സ്വന്തം മകളെ പോലെയാണ് ബാലേന്ദ്രൻ സാറ് കരുതുന്നത്. അദ്ദേഹത്തിന് മകനെ പറ്റിയ തെറ്റ് എനിക്ക് മാപ്പ് കൊടുക്കാൻ മാത്രമേ കഴിയൂ. ഇനി അവരൊരിക്കലും തെറ്റ് ആവർത്തിക്കില്ല എന്നൊക്കെ CAയോട് പറഞ്ഞതാണ്. പക്ഷേ CA ഒരു കാരണവശാലും എന്നെ വിടത്തില്ല. പരാതിയിൽ ഒപ്പിട്ടതിന് ശേഷം മാത്രമേ എന്നെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരാതികൾ CAയെക്കുറിച്ച് DYSPയോട് പറയുന്നുണ്ട്. DYSPക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എടോ, പരാതി ഇല്ലാത്ത ഒരാളെ താൻ എന്തിനാ നിർബന്ധിച്ച് പരാതി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഈ കുട്ടി തനിക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് തന്നാൽ തൻ്റെ തൊപ്പി തെറിക്കും, തനിക്കറിയാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് DYSP CA നല്ലോണം വരട്ടുന്നുണ്ട്. അതിനുശേഷം കുട്ടി പൊയ്ക്കോളൂ, ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് വീട്ടിലാകണം, താനും SIയും കൂടി കൊണ്ടുപോകണമെന്ന് പറയും. ചെല്ലടോ എന്ന് പറഞ്ഞുകൊണ്ട് രമേശും ഗോപാലകൃഷ്ണ പണിക്കരും കൂടി ചേർന്നാണ് അലീനയെ വീട്ടിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ആ സമയത്ത് പറയും, ഇതുപോലുള്ള കുറേ പോലീസുകാരുണ്ട്, എന്തായാലും കുട്ടി വിഷമിക്കേണ്ട, ഇനി ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലെന്നൊക്കെ പറഞ്ഞ് DYSP അലീനയെ വീട്ടിലോട്ട് അയക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ CAയും SIയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. CA ഗോപാലകൃഷ്ണ പണിക്കർ SIയോട് ചോദിക്കുന്നുണ്ട്, എന്നാലും അവൾക്ക് ഇത്ര ഹോൾഡ് ഉണ്ടോ? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവളൊരു അനാഥയല്ലേ, ഒരു വീട്ടിലെ സെർവൻ്റ് അല്ലേ, അവളെ ഈ സ്റ്റേഷനിൽ പുറത്തിറക്കാൻ വേണ്ടി DYSP നേരിട്ട് വരണമെന്ന് പറയുമ്പം അവൾ നമ്മൾ ഉദ്ദേശിച്ച പുള്ളി ആയിരിക്കത്തില്ല. അപ്പോൾ അവൾക്ക് പിന്നെ സ്ട്രോങ് ആയിട്ട് ആരോ ഉണ്ടെന്ന് പറയും. അല്ലെങ്കിൽ സാറ് ഈ കേസിൽ ഇടപെടത്തില്ലെന്ന് പറയും. അതാ സാർ ഞാനും ആലോചിക്കുന്നതെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്ന് കൊണ്ടുപോകും. ആ സമയത്ത് CA വിളിച്ച് നിർത്തി DYSP പറയും, താൻ കരുതുന്ന കണക്ക് അവളൊരു വീട്ടുവേലക്കാരി മാത്രമല്ല, താൻ ഇത്രയും അറിഞ്ഞാൽ മതി. ഇനി അനാവശ്യമായിട്ടൊരു കാരണവശാലും ആ കുട്ടിയെ ചോദ്യം ചെയ്യരുത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വനിതാ കോൺസ്റ്റബിളിനെ കൊണ്ടുപോയി വീട്ടിൽ അവരുടെ സാന്നിധ്യത്തിൽ, വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്യാവുന്നൊക്കെ വാർണിംഗ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്ത് CAയ്ക്കും SIക്കും നല്ല ദേഷ്യമുണ്ട് അലീനയോട്. കാരണം എത്ര നിർബന്ധിച്ചിട്ടും പരാതി എഴുതി മേടിക്കാൻ പറ്റിയില്ലല്ലോ. അതിൻ്റെ ഒരു ദേഷ്യം അവരുടെ മുഖത്തുണ്ട്. വീട്ടിൽ കൊണ്ടുവിടുമ്പോൾ തന്നെ ഗ്ലാസിൻ്റെ ഡോറിൽ കൂടി കൃഷ്ണ കാണും ഒരു ജീപ്പ് വരുന്നത്. അതിനകത്ത് അലീന ഇറങ്ങി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കൃഷ്ണമോള് വാതിൽ തുറക്കുന്നു. അലീനയെ കെട്ടിപ്പിടിച്ചു അവർ തമ്മിൽ സംസാരിക്കുകയാണ്. ആ സമയത്ത് CA ഇറങ്ങി നോക്കുന്ന സമയത്ത് ഗ്ലാസ് എല്ലാം പൊട്ടി കമ്പും എല്ലാം വീട്ടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നു. അപ്പോൾ രമേശ് ചോദിക്കും, എന്താ സാർ ഇതൊക്കെ? ഒരു പീഡന കേസിലെ പ്രതിയുടെ വീടല്ലേ, നാട്ടുകാരും സാധാരണ പോലീസും എല്ലാം കൂടി കയറി നിരങ്ങിയതായിരിക്കും എന്നൊക്കെ പറയും. അങ്ങനെ അവർ കുറച്ച് നേരം വീട്ടിലോട്ടൊക്കെ തുറച്ചൊക്കെ നോക്കിയതിന് ശേഷം അവർ രണ്ടുപേരും അങ്ങ് തിരിച്ചു പോന്നു. ആ സമയത്ത് അലീന അകത്ത് കയറി വരുന്നു. അലീനയോട് ചേച്ചി ഒരുപാട് കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണ ചോദിക്കുന്നുണ്ട്. കരയും വിഷമിക്കുകയൊക്കെ ചെയ്തു. മോളെ, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചാലേ ഇങ്ങനെ സംഭവിക്കുമെന്ന്. ഒരു തെറ്റും ചെയ്യാത്ത എന്നെയാണ് അവർ പിടിച്ചുകൊണ്ട് പോയത്. എന്താ ചേച്ചി, അവരെന്താ ചേച്ചിയെ വിടാഞ്ഞ്? അത് മോളെ, രോഹിതിന് എതിരെ ഞാൻ അവർ തയ്യാറാക്കി വെച്ച കംപ്ലയിൻറ്റിൽ ഒപ്പിടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും നേരം എന്നെ സ്റ്റേഷനിൽ പിടിച്ചു വരുത്തുന്നത്. DYSP എത്തിയോണ്ട് മാത്രമാണ് എനിക്ക് ഇപ്പോഴെങ്കിലും ഇവിടെ വരാൻ പറ്റിയെന്ന് പറയും. DYSP എങ്ങനെ വന്ന ചേച്ചി? അറിയത്തില്ല മോളെ, പക്ഷേ സാറ് വന്നുകൊണ്ട് മാത്രമാണ് എനിക്കിവിടെ എത്താൻ പറ്റിയത്. സാറിനോട് ഞാൻ ഇവരോട് പരാതി പറഞ്ഞു. കാരണം 8 മണിക്കൂറായി ഞാൻ ആ സ്റ്റേഷനിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു തുള്ളി വെള്ളമോ ഭക്ഷണമോ പോലും അവരെനിക്ക് തന്നില്ല എന്നൊക്കെ കൃഷ്ണയോട് അലീന സങ്കടത്തോടെ പറയുന്നുണ്ടെന്ന് പറയും. അപ്പോഴത്തേക്ക് പറയും, എൻ്റെ ഫോണിൽ ആരെങ്കിലും വിളിച്ചു മോളെ? കൃഷ്ണ, അത് രേവതിക്കുട്ടി ചേച്ചി വിളിച്ചായിരുന്നു. ആ സമയത്ത് ഞാൻ ചേച്ചിയെ പോലീസിൽ കൊണ്ടുപോയ കാര്യം പറഞ്ഞിരുന്നു എന്ന് പറയും. ഈ അവരെങ്ങാനും ആറ്റത്തെങ്കിലും പറഞ്ഞോന്ന് അറിയത്തില്ല. ഗ്രേസി ആയിട്ട് ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവിൻ്റെ അടുത്ത് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ആരാന്നറിയത്തില്ല. എന്തായാലും DYSP സാറ് വന്നുകൊണ്ട് മാത്രമാണ് മോളെ എന്നോട് ഇത്രയും പെട്ടെന്നെങ്കിലും എനിക്ക് ഇവിടെ എത്താൻ പറ്റിയത്. ചേച്ചിയോട് എന്താ ചോദ്യങ്ങൾ ചോദിച്ചതെന്നൊക്കെ. അത് രോഹിത്തും ഹരിയും ചേർന്ന് എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അതിനെക്കുറിച്ചായിരുന്നു ചോദ്യങ്ങൾ മുഴുവൻ. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടും അവർക്കത് മനസ്സിലാവുന്നില്ല. അവർ പിന്നെയും അവർക്ക് കേട്ട് ആസ്വദിക്കാനുള്ള മറുപടിയായിരുന്നു ഞാൻ പറയേണ്ടത്. ഞാൻ കംപ്ലയിൻറ്റ് തരാൻ പറ്റത്തില്ലെന്ന് സ്ട്രോങ് ആയി പറഞ്ഞു. അതിൻ്റെ ദേഷ്യത്തിലാണ് അവരെന്നെ ഇത്രയും നേരം സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരുന്നത്. DYSP വരുന്നതിന് കുറച്ച് നേരം മുമ്പ് CAയുടെ വക CA ഓഫീസ് റൂമിൽ വെച്ച് എന്നെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെയും ഞാൻ പരാതി കൊടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. ആ പരാതി എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കംപ്ലയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ രോഹിത്തിനെ പിന്നെയും ജയിലടയ്ക്കാനുള്ളതാണ് അവർ നോക്കുന്നത്. എങ്ങനെയെങ്കിലും രോഹിത്തിനെ ജാമ്യം എടുത്ത് നമുക്ക്
അവനിൽ നിന്ന് സത്യം അറിയാൻ ശ്രമിക്കണം. അപ്പോൾ ഈ പരാതിയും കൂടി ഞാൻ കൊടുത്താൽ ഒരു കാരണവശാലും അവന് പുറത്തിറങ്ങാൻ പറ്റത്തില്ലെന്നൊക്കെ കൃഷ്ണയോട് പറയും. ഇത് കേൾക്കുന്ന കൃഷ്ണ പറയും, സാരമില്ല ചേച്ചി, എന്തായാലും ചേച്ചി വിഷമിക്കണം, ചേച്ചിക്ക് വരാൻ പറ്റുമല്ലോ. അച്ഛൻ വിളിച്ചിരുന്നു, അച്ഛൻ അറിഞ്ഞോ? ആ, അച്ഛനോട് സുലോചന ആൻറ്റി കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു, ഞാൻ എന്തായാലും അച്ഛനെ വിളിച്ച് പറയാമെന്നൊക്കെ പറയും. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി സ്റ്റേഷനിൽ നിന്ന് വീട്ടിൽ വന്ന് അലീന ബാലേന്ദ്രനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകും. നടന്ന സംഭവങ്ങളെല്ലാം അലീന അവിടെ ബാലേന്ദ്രനോട് പറയും. ഈ രമേശ് നമ്പ്യാർ കാണിച്ച ഇത്രയും ഒരു ദുഷ്ടപ്രവൃത്തിയൊന്നും ബാലേന്ദ്രന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ബാലേന്ദ്രന് പരിചയമുള്ളൊരു പോലീസ് ഓഫീസറാണ് അദ്ദേഹം. അപ്പോൾ ഇനി അലീന അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ നടക്കും. അതിനുശേഷം രോഹിത്തിന് ജാമ്യം കിട്ടിയതിന് ശേഷം രോഹിത്തിൽ നിന്ന് സത്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.